ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകാൻ പോണല്ലേടാ? ആടാ ഷിൻജാനെ, നമ്മ ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകാൻ പോണാണ്. എടാ ഷിൻജാനെ, നീ നേരെ വണ്ടി എടുത്തിട്ട് സ്കൂളിലോട്ട് വിട്. നമ്മളാണ് ഏറ്റവും നേരത്തെ എത്തേണ്ടത്. നമ്മളെ 9 മണിക്ക് എത്തേണ്ട സ്കൂളിൽ 7 മണിക്ക് എത്തി. ഇന്ന് വേണം നമുക്ക് അങ്ങോട്ട് പൊളിക്കാൻ. ഇനി സ്കൂളിൽ ഫസ്റ്റ് ടൈം എത്തിയിട്ട് ആണ് നമ്മ പൊളിക്കും അല്ലേ? യോ ഗൈസ്, നമ്മുടെ സ്കൂൾ എത്തി. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്കൂൾ, നമ്മുടെ LBC അക്കാഡമിക് സ്കൂൾ. യെസ് ഗൈസ്, നമ്മുടെ LBC അക്കാഡമിക് സ്കൂളിൻ്റെ ബൈക്ക് പാർക്കിംഗ് എവിടെയെന്നറിയില്ല. തൽക്കാലം നമുക്ക് LBC അക്കാഡമിക് സ്കൂളിൻ്റെ ബൈക്ക് പാർക്കിംഗ് എനിക്കിതാന്ന് തോന്നുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ പിള്ളേർ വന്നവരെ ഇവിടെ ഇരിക്കാം ഗൈസ്. എടാ ചെറുക്കന്മാരെ, നിങ്ങളുടെ പേരെന്താടോ? എന്റെ പേര് നിനക്കെന്താടാ? നിനക്കെന്ത് കേട്ടോടാ? ഇടി. നീ സീനിയേഴ്സിനെ ഇടിക്കാലേടാ? നിനക്കൊക്കെ ഉള്ളത് ഞാൻ തന്നെയുണ്ട്. നീ കോളേജ് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങട്ടെ. ഈ കോളേജിൽ ഇന്ന് ഒരുത്തനും വരൂല. ഞാനേ ഇന്ന് എല്ലാവരുടെ അടുത്തും വിളിച്ചിട്ട് ഒരുത്തൻ്റെ അടുത്തും വരണ്ടെന്ന് പറയാൻ പോണേ. ഇന്ന് നീ അനുഭവിക്കോടാ ഷിൻജാനെ. കോളേജ് കഴിഞ്ഞിട്ട് കോളേജിൻ്റെ പുറത്തിട്ട് നിന്നെ ഇടിക്കോടാ. നീ ഇടികൊണ്ട് ഇന്ന് കരഞ്ഞിട്ടേ വീട്ടിൽ പോകൂടാ ഷിൻജാനെ. ഇന്ന് നീ കരഞ്ഞാലേ ഞങ്ങൾ നിന്നെ വെറുതെ വിടുള്ളൂ. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് ഇനി നമുക്ക് വന്ന് വണ്ടിക്കറാം. മോട്ടു, ഇവന്മാരെ രണ്ടും തൂക്കിക്കോടാ. ഓടാ വേണ്ട, ഞാൻ ഇവന്മാരെ തൂക്കിയിട്ടുണ്ട്. എടാ മര്യാദക്ക് വന്ന് വണ്ടി കയറ്. എടാ ഡോറിമോനെ, നീ മര്യാദക്ക് വന്ന് വണ്ടി കയറിക്കോ, അല്ലെങ്കിൽ നീ നല്ല അടി കൊള്ളും. ഞങ്ങൾ എങ്ങോട്ടാണ് ചേട്ടന്മാരെ കൊണ്ടുപോകണത്? ഞങ്ങളൊന്നും ചെയ്യൂലല്ല. ഇല്ല, ചെറുതായിട്ട് നിങ്ങൾ രണ്ടുപേരെയും കൂടി തല്ലി അങ്ങോട്ട് ഷേപ്പാക്കും. അപ്പൊ ഗൈസ്, നമ്മീ തല്ലണ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാരാണ്? പോലീസ്. ഇവന് ഇതാരാണ് റിപ്പോർട്ട് കൊടുത്തത്? നിനക്കാരാടാ റിപ്പോർട്ട് തന്നത്? എനിക്ക് റിപ്പോർട്ട് തന്നതാ എൻ്റെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുത്തനാടാ എനിക്ക് റിപ്പോർട്ട് തന്നത്. ദീ ഷിൻജാനും ഡോറിമോനും പോലീസിനെ നേരത്തെ വിളിച്ചായിരുന്നടാ. എടാ തല്ലടാ. ഞങ്ങളെ തല്ലണ എന്തിനാണ്? ഈ പോലീസ് ചേട്ടനെ കൊണ്ട് ഞങ്ങളെ തല്ലിപ്പിക്കൽ എന്തിനാണ്? കാരണം എന്താണെന്നറിയോ? ഈ പോലീസും എൻ്റെ ആളാണ്. അല്ലേടാ പോലീസ്? അത് തന്നെ. ഇവന്മാർ വിളിച്ചതാണെങ്കിലും ഞാൻ നിൻ്റെ ആളാണ്. പക്ഷേ നീ എൻ്റെ ആളായിരിക്കാം, പക്ഷെ നീ ഇന്ന് ചാവാൻ പോണുള്ളൂ. കാരണം ഡോറിമോനെ, നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണം. ഇവന്മാരെ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ നാണക്കേടാണ്. എടാ നിനക്കുള്ള ബാക്കിയോട് തരാം. മറ്റേത് എൻ്റെ കൂട്ടുകാരൻ പോലീസായിരുന്നു. ഒരടിയും കൂടി പിടിച്ചു. നിനക്കൊക്കെ ഇത്രയും മതി. നീ അവിടെ കിടക്കടാ ഗൈസ്. അപ്പോൾ അവന്മാരവിടെ കിടന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ മോട്ടൂന എവിടെ ഡോറിമോൻ, ഇവിടെ നീയും വണ്ടീൻ്റെ ഇവിടെ കയറാ. ഇവിടെ നിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പം ഡോറിമോനും കൂട്ടരും കൂടി കയറി. ആ ഡോറിമോൻ ബോധം കെട്ടില്ലായിരുന്നു. എടാ ഡോറിമോനെ, നീയും കൂടി ബോധം കെട്ടറാ. മോട്ടു, നീയും ബോധം കെട്ടാ. എന്നാൽ നീയും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ പോലീസ് വണ്ടി എടുത്ത് വന്നാൽ മതി. ആടാ വേണ്ട, നീ എന്തിനാടാ എന്നെയും കൂടി തരുത്? സോറിയടാ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നേക്കാം. ആടാ സെറ്റ്. ഗായ്സ്, അവന്മാർക്ക് നല്ല തല്ലു കൊടുത്തപ്പോൾ കിട്ടിയ സുഖവേ. വാവ്, ഇതാണ് നമ്മളെ വീട്. ഈ വീട്ടിലോട്ട് അവന്മാർ വരാൻ പോണില്ല. കാരണം ഞാൻ മോട്ടൂനെയും കൂടി കളഞ്ഞടാ നമ്മുടെ ടീമിൽ നിന്ന്. അത് ഞാൻ മനഃപൂർവ്വം അടിച്ചായിരുന്നു. യെസ് ഗൈസ്, അങ്ങനെ ബോധം കെട്ടതിൽ ഞങ്ങൾ രണ്ടുപേരും എണീറ്റ ആ മോട്ടൂനെ അങ്ങനെ അടിച്ച് ബോധം കെടുത്തി അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലോട്ട് നമ്മൾ അങ്ങനെ അവനെടുത്തിട്ട് ഗൈസ്, ഇനി നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ടാണ് ഈ ബെണ്ടനും കൂടി അനുഭവിക്കാൻ പോണത്. ഗൈസ്, അവൻ തല്ലിയത് ആരെയെന്ന് അവൻ അറിയില്ല.
ഈ ഫ്രാങ്ക്ലിൻ്റെ എന്താണ് അനിയനെയാണ് അവൻ തല്ലിയത്. ഇന്ന് അവൻ അനുഭവിക്കും. ട്രവർ അണ്ണൻ്റെയും ഫ്രാങ്ക്ലിൻ്റെയും അവൻ നല്ല അടിക്കൊള്ളു. ഇന്ന് ഞാൻ ട്രവർ അണ്ണനെയും ഫ്രാങ്ക്ലിനെയും വിളിച്ച് പറയും, അവന്മാർ നാളെ അനുഭവിക്കും. നല്ല ഇടി കൊണ്ട് അനുഭവിക്കും. ഇത് തല്ലണത് ആരെയെന്ന് അവന് ഓർമ്മയില്ല. ഷിൻചാനെയും ഡോറിമോനാണ്. ഇതാണ് അവൻ്റെ വീടെന്ന് തോന്നുന്നത്. ഇനി ഷിൻചാനും ഡോറിമോനും വെറുതെ ഇരിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം? ഗായ്സ്, ഈ ഷിൻചാനും ഡോറിമോനും വെറുതെ ഇരിക്കണ പ്രശ്നമില്ല. അവന്മാരെ തിരിച്ചതല്ലാണ്ട് ഈ ഷിൻചാനും ഡോറിമോനും ഇവിടെ വെറുതെ ഇരിക്കൂല. ഇന്ന് ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് നമ്മുടെ ഫോർച്യൂണറും കൊണ്ടങ്ങാട് ഇറങ്ങും. എന്നിട്ട് നമ്മ എല്ലാത്തിനും അങ്ങോട്ട് അടിച്ച് പൊളിക്കും. ഇന്നങ്ങാട് യുവന്മാരുടെ അന്ത്യോണ്. ഫ്രാങ്ക്ലിനാ യുവന്മാരുടെ അന്ത്യോണ്. എന്നെ കുറച്ച് പേര് കോളേജിൽ ചെന്നപ്പോ തല്ലി. എടാ ഷിൻചാൻ, എന്താടാ പ്രശ്നം? എന്നെ കോളേജിൽ നിന്ന് കുറച്ച് അവന്മാർ തല്ലി. ഫ്രാങ്ക്ലിനാ ഇവന്മാര് തല്ലിയത് ആരെയെന്ന് ഓർമ്മയില്ല. അവൻ ഷിൻചാന്റെ പിള്ളേരെ തല്ലാൻ മാത്രം വളർന്നാ ഗൈസ്. ഇനി അവന്മാരെ നമ്മ തല്ലിക്കൊല്ലും ഗൈസ്. ഷിൻചാന്റെ പിള്ളേരാണ് ഗൈസ് അവൻ. ഷിൻചാന്റെ അല്ല, ഫ്രാങ്ക്ലിൻ്റെ പിള്ളേരാണ് ഗൈസ് അവൻ നമ്മളെ തല്ലിയത്. അതും നമ്മുടെ ഷിൻചാൻ വെറുതെ ഇരിക്കുമോ? നമ്മുടെ ഷിൻചാനെ തല്ലിയില്ലേ? അപ്പം നമ്മുടെ ഷിൻചാൻ വെറുതെ ഇരിക്കുമോ ഗൈസ്? ഇല്ല. ഷിൻചാനും വെറുതെ ഇരിക്കൂല, ഞാനും വെറുതെ ഇരിക്കൂല, ട്രവറും വെറുതെ ഇരിക്കൂല. അല്ലടാ ഷിൻചാനെ? ആ ഫ്രാങ്ക്ലിന, ഇനി അവനെ പോയി നമ്മ തല്ലാൻ പോകണുള്ളൂ. ഇനിയാണിന്ന് അറിയാൻ പോണ ഇത്. ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ഗൈസ്. നിങ്ങളുടെ ലൈക്കിന്റെ പവർ ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഇത്തിരിയും കൂടി പവർ കിട്ടുള്ളൂ ഇവന്മാരെ തല്ലാനുള്ള. അത് തന്നെ ഷിൻചാമ്മ, ശരിയാ. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവന്മാരെ തല്ലിക്കൊല്ലാനുള്ള പവർ കിട്ടുള്ളൂ. തല്ലിക്കൊല്ലൊന്നും വേണ്ട, ഇടിക്കാനുള്ള പവർ. കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവന്മാരെ ഞങ്ങൾ എന്തിട്ട് ഇടിച്ച് ബോധം കെടുത്തി. അവൻ്റെ കൂട്ടുകാരൻ മൂട്ടൂനെ ഞാൻ ഇടിച്ച് ബോധം കെടുത്തി. ഇനി ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോണെന്താണെന്നറിയോ? ഞാൻ ആദ്യം അവൻ്റെ കാറ് പൊളിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ഈ വീടിൻ്റെ ഇറങ്ങുമ്പോൾ അവൻ്റെ കാറ് പൊളിഞ്ഞിരിക്കണ കാണണം. നീ കാർ വിളിക്കണേ മുമ്പ് ഞാൻ കാർ വിളിക്കും. പോടാ ഷിൻചാനെ. ഗൈസ്, ഇപ്പം നമ്മൾ അവൻ്റെ കാർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഗൈസ്. അവനിനി അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരാം. എടാ, നീയൊക്കെ എൻ്റെ കാറ് പൊളിച്ചല്ലേടാ? ഞാൻ കാറും പൊളിക്കും, നിന്നെയും പൊളിക്കും. എന്താടാ എനക്ക് വേണ്ട? അതെൻ്റെ കാർ തിരിച്ചാടാ ആദ്യം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എൻ്റെ അടുത്ത് നീ തർക്കുത്തരം പറയുമല്ലോടാ. തർക്കുത്തരം പറയുകയും ചെയ്യും, നിന്നെ തല്ലുകയും ചെയ്യും. എന്നാ പിടിയടാ. നീ ഇവിടെ ബോധം കെട്ട് വീഴണ വരെ ഞാൻ അങ്ങോട്ട് തല്ലും. പിടിയടാ. ഇനിയും പിടിയടാ. ഇനി ഞാൻ ഒരുത്തിനും തല്ലൂലേ. ഫ്രാങ്ക്ലിന പൊളിയാണല്ലേ? ഫ്രാങ്ക്ലിന സീമോനെ. ഗൈസ്, അപ്പം ഞാൻ ആ ഫ്രാങ്ക്ലിൻ്റെ കൂടെ കൂടിയിട്ട് അങ്ങോട്ട് അവനെ പൊളിച്ച് ഗൈസ്. അവൻ ഫ്രാങ്ക്ലിൻ്റെ പിള്ളേരാന്ന് അവൻ അറിഞ്ഞില്ല. ഈ ഫ്രാങ്ക്ലിൻ്റെ പിള്ളേരെ തോന്നുന്നുണ്ട് എല്ലാവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് നാളെ നീ ചെന്ന് പറഞ്ഞേക്ക് ഗൈസ്. ഇനി അവന്മാരിനി ഇവനെ തൊടേവില്ല, വേറൊരൊറ്റ ഒരാളെ തൊടൂല ഗൈസ്. അമ്മാതിരി അടിയാണ് ഗൈസ് നമ്മൾ അവനെ അടിച്ചേക്കണത്. ഇനി അവൻ ആരെങ്കിലും തൊട്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് അവനെ അടിച്ച് പൊളിക്കൂലേ ഗൈസ്. ഇനി അവൻ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലോറി എടുത്തിട്ട് അവനെ ബാക്കിൽ ഇരുത്തിയിട്ട് നമ്മ കൊണ്ട് അവനെ എവിടെയെങ്കിലും കളയും ഗൈസ്. ഇവിടെ ഒന്നുമല്ല നമ്മൾ കളയാൻ പോണത്, ലോറി എടുത്തിട്ട് അവൻ്റെയും ടീമിനെയും ബാക്കിൽ. അവന് ഭയങ്കര ലോക്കൽ സപ്പോർട്ട് ഉണ്ടെന്നായിരുന്നു ഞാൻ കേട്ടത്. അവന് ലോക്കൽ സപ്പോർട്ട് ഉണ്ടായ എനിക്കെന്താണ്? എനിക്ക് കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ മാഫിയ ബോസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഒരു തോക്കും കൊണ്ട് വന്നിട്ട് അവനത്തെ കീച്ചിക്കളയും. അതും പോലീസിലൊരു കേസ് പോലും ഇല്ലാണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഗുഡ്.